അപ്പൊ നമുക്ക് ഒന്നിനെ കുറിച്ച് നമുക്ക് അഹങ്കരിക്കാനില്ല. ഇതൊന്നും എൻ്റെ ചിലപ്പോൾ മനുഷ്യർ പറയുന്നത് ഇതെല്ലാം ഞാൻ ചെയ്തത്, ഞാനാണ് ചെയ്തത്. അപ്പൊ ആ ഒരു അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൗരത്വത്തെ സ്വീകരിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് നിസ്സാര കാര്യമായിരിക്കും, അതെനിക്ക് വലിയൊരു കാര്യമാണ്. ദൈവം എനിക്ക് തന്ന ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ ഒരു പ്രസംഗിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിനെ കുറിച്ച് അഹങ്കരിക്കാനില്ല. എല്ലാം ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം എന്താണ്? സുവിശേഷ ഭാഗ്യങ്ങൾ, അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന ഭാഗമാണ് ഇന്നത്തെ വചനം നമുക്ക് തരുന്നത്. അതിനെക്കുറിച്ച് മിസ്റ്റർ തോമസ് അക്വിനാസ് കൊണ്ടുവരാൻ പറയുന്നത് ബിയാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ലക്ഷ്യം എന്താണ്? നീ എന്തിനു വേണ്ടി ഇത് നമ്മുടെ ഇടയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കണം. നീ എന്തിനിവിടെ ആയിരിക്കുന്നു? മിസ്റ്റർ ബെർണാഡ് എന്ന് പറഞ്ഞ പണ്ടുകാരിടയ്ക്ക് ചോദിക്കുന്നത്, ബെർണാദെ നീ എന്തിനു ഇവിടെ വന്നിരിക്കുന്നു? നീ എങ്ങോട്ട് പോകുന്നു? ആ ചോദ്യം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുവാനെന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ നമ്മളോട് ഇടയ്ക്ക് ചോദിക്കുന്നതല്ല, നീ എങ്ങോട്ട് യാത്രയാണ്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അന്തിമ യാത്ര ശരിക്കും സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സോക്രട്ടീസ് എന്ന് പറയുന്ന സത്യവിദ്യ പറയും, മനുഷ്യനെല്ലാം ചെയ്യുന്നത് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്. അത് ശരിയല്ല, സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പറയും. നമ്മൾ സന്തോഷം കിട്ടാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വിശ്രമിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നതെല്ലാം സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. എന്നാൽ തോമസ് അക്വിനാസ് കൊണ്ടാ പറയുന്നത് അതല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് മൃഗങ്ങളും ചെയ്യും. പക്ഷേ നമുക്ക് യുക്തിബോധവും നമുക്ക് മനസ്സും നമുക്ക് ഒരു കൃപയും ദൈവം തന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ അന്തിമ ലക്ഷ്യം നിത്യ ജീവനാണ്. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അതാണ് ഇന്നത്തെ ആരംഭിക്കുന്ന എങ്ങനെയാണ്. ഈശോ നോക്കുമ്പോൾ ഒരുപാട് ജനങ്ങൾ അടുത്തേക്ക് വന്നു. ഈശോ അങ്ങോട്ട് കയറി, അവൻ മലയിലേക്ക് കയറി എന്ന് പറയുമ്പോൾ അതൊരു വ്യാഖ്യാനം പറയുന്നത് ഇങ്ങനെയാണ്: ഇതുപോലെ ജനങ്ങളെല്ലാം നിൽക്കുമ്പോൾ മോശ അങ്ങോട്ട് കയറിപ്പോയി, അവൻ മലമുകളിലേക്ക് സീനായ മലയിലേക്ക് കയറിപ്പോയി. മല എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. ധാരാളം മലകൾ ബൈബിളിലുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പത്തി മല എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മലകളെ കാണാൻ പറ്റും. അതിലൊരു മലയാണ് സീനായ് മല, മോശയ്ക്ക് ദർശനമുണ്ടായ ഹോറേബ് മല, അതുപോലെ തന്നെ പുതിയ നിയമത്തിലിരിക്കുന്ന താബോർ മല, അതുപോലെ തന്നെ കാൽവരി മല, ധാരാളം മലകൾ. ഇതെല്ലാം ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. വചനം പറയുകയാണ്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ മലയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ മോശ മലയിലേക്ക് കയറി 10 കൽപ്പനയായിട്ട് ഇറങ്ങി വന്ന ജനങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന കൊടുത്തു. ഇത് നിങ്ങൾ പാലിച്ചാൽ ദൈവം നിങ്ങളുടെ രാജാവായിരിക്കും. ഈ കൽപ്പന നിങ്ങൾ പാലിക്കുവിൻ, എൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുവിൻ എന്ന ദൈവത്തിൻ്റെ സ്വരം 10 കൽപ്പനകൾ മോശ ആ ജനത്തിന് കൊടുത്തു. ഇതാ പുതിയ നിയമത്തിൽ പുതിയൊരു കൽപ്പനയായിട്ട് ഈശോ മലമുകളിലേക്ക് കയറുകയാണ്. ഈശോ പറയുകയാണ്, അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. പ്രിയപ്പെട്ടവരെ, ഓരോന്ന് ഈശോ പറയുകയാണ് ആത്മാവിൽ ദരിദ്രം എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം? ചുരുക്കത്തിൽ പറഞ്ഞാൽ എളിമയുള്ളവർ ഭാഗ്യവാന്മാർ. എളിമ എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ചെറിയ തോന്നിയിരിക്കാം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള വ്യത്യാസം എന്താണ്? പ്രാർത്ഥിക്കുന്നവർ ഇത് നമുക്ക് ചുറ്റും നോക്കിയാൽ ചിലർക്ക് പ്രാർത്ഥിക്കാൻ മടിയാണ്, പ്രാർത്ഥിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയുടെ വ്യത്യാസം എന്താണ്? അതിന് ചെറിയൊരു ഉദാഹരണം ഇത്രയേ ഉള്ളൂ. ചെറിയൊരു കാര്യത്തിൽ പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്നു, പ്രാർത്ഥിക്കാത്ത വ്യക്തി തന്നിൽ തന്നെ ആശ്രയിക്കുന്നു. അവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ചു എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കരുത്. പ്രാർത്ഥിക്കാത്തവനെ ചില പറയല്ലേ, അവനൊന്നും ചെയ്യുന്നില്ല, അല്ല അവളൊന്നും ചെയ്യുന്നില്ല, അങ്ങനെ പോയി. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ: പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിൽ എല്ലാ കാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്.